നമ്മളുടെ കൊഡീസിയ അഗ്രി ഇൻഡെക്സിൻ്റെ രണ്ടാമത്തെ വീഡിയോ ആണ് കേട്ടോ. ഈ കാണുന്നതേ ഇവിടെ നമ്മളുടെ ചകിരിച്ചോറ്, അതുപോലെ തന്നെ തെങ്ങിൻ്റെ ഓലയെല്ലാം തന്നെ പൊടിച്ചിട്ട് അതിനകത്ത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിസിനസ് ഐഡിയ ആണ്. ഒരു മെഷീനറീസ് സപ്ലൈ ചെയ്യുന്ന ആൾക്കാരാണ്. ഈ കാണുന്ന സാധനങ്ങളെല്ലാം തന്നെ അവരുടെ മെഷീനറി ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാം. ആർക്കെങ്കിലും അങ്ങനെയൊക്കെ താല്പര്യമുള്ള ആളുകൾക്കൊക്കെ പോയാൽ ഈ സ്റ്റോൾ വിസിറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ മെഷീനറികളും അവിടെ ഉണ്ട്. ഈ കാണുന്ന വലിയ തോട്ടികൾ, വെയ്റ്റ്ലെസ് ആയിട്ടുള്ള തോട്ടികൾ, ചെറിയ ചെറിയ ഇൻപുട്സ്, മോട്ടറുകൾ, ഇതെല്ലാം തന്നെ സബ്മേഴ്സിബിളാണ്. ചെറിയ കുഞ്ഞ് കപ്പാസിറ്റി മുതൽ ഹ്യൂജ് കപ്പാസിറ്റി വരെയുള്ള വാട്ടർ പമ്പുകൾ അവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. എല്ലാം ഇൻ ഡീറ്റെയിൽഡ് ആയിട്ട് പോയി ചോദിച്ചറിഞ്ഞ് വീഡിയോ എടുക്കാൻ പറ്റുന്ന കണ്ടീഷനല്ല. നിങ്ങൾക്ക് അറിയാമല്ലോ, പോയവർക്കൊക്കെ അറിയാം, ഭയങ്കര തിരക്കായിരിക്കും. അപ്പോൾ എല്ലാത്തിൻ്റെയും അങ്ങനെ നമുക്ക് വീഡിയോ എടുക്കുക എന്നുള്ളത് പ്രാക്ടിക്കലായിട്ടുള്ളൊരു കാര്യമല്ല. അതുകൊണ്ടാണ് ഓടിച്ചോടിച്ച് പോണത് കേട്ടോ. പിന്നെ ചിലർ ഈ വീഡിയോ ഷെയ്ക്ക് ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു, കാരണം ഞാൻ പ്രിപ്പയർഡ് ആയിരുന്നില്ല. ഈ കാണുന്നത് നമ്മളുടെ മെഷീനറി ഒരു സ്റ്റാൻഡിൽ ഫിറ്റ് ചെയ്തിട്ട് നമുക്ക് ഗ്രാസ് കട്ടിങ് വീഡ് കട്ട് ചെയ്യാൻ പറ്റുന്ന ബ്രഷ് കട്ടറാണ്. അപ്പോൾ അതിന് കുറേ എക്യുപ്മെൻറ്റ്സ് ഈ കാണുന്നതെല്ലാം തന്നെ കൺസ്ട്രക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കട്ടിങ് മെഷീൻസ്, അതുപോലെ തന്നെ ഗ്രൈൻഡിങ് മെഷീൻസ്, അതുപോലെ ഈ വെൽഡിങ് മെഷീൻ കണ്ടില്ലേ, വളരെ കുഞ്ഞ് വെൽഡിങ് മെഷീൻ തൊട്ടിട്ട് പല വലുപ്പത്തിലുള്ള വെൽഡിങ് മെഷീൻസ് അവിടെ അവൈലബിൾ ആണ്. മിക്സറുകൾ, അതുപോലെ തന്നെ വൈബ്രേറ്റർ, ഹോട്ട് ഗണ്ണ്, അങ്ങനെ ഈ വലിയ ബ്രേക്കറുകൾ, ഹ്യൂജ് കപ്പാസിറ്റിയുള്ള ബ്രേക്കറുകൾ ഉൾപ്പെടെ കൺസ്ട്രക്ഷൻ റിലേറ്റഡ് മെറ്റീരിയൽസും ധാരാളം അവിടെ അടങ്ങിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ട്രാക്ടറിൽ അറ്റാച്ച് ചെയ്യാൻ പറ്റുന്ന അറ്റാച്ച്മെൻറ്റുകൾ, ഈ കാണുന്ന പോലെ ഇതെല്ലാം തന്നെ സാധാരണ നോർമൽ ട്രാക്ടറിൽ അറ്റാച്ച് ചെയ്യാൻ പറ്റുന്ന അറ്റാച്ച്മെൻറ്റുകൾ ധാരാളം ഉണ്ട്. അങ്ങനെ എന്താ പറയുക, ഒരു കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേണ്ട ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും ഈ ഇതിനകത്തുണ്ട് കേട്ടോ. അതിൻ്റെ കൂട്ടത്തിൽ മറ്റ് മേഖലയുള്ള ആൾക്കാർക്കുണ്ട്. ഇത് കണ്ടൊരു ഇലക്ട്രിക്കൽ ഓട്ടോറിക്ഷയാണ്, തനിയെ ലിഫ്റ്റ് ചെയ്യാൻ കഴിയുന്ന ഓട്ടോറിക്ഷ അവിടെ അവർ പ്രദർശനത്തിന് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ റേറ്റുകളും കാര്യങ്ങളും സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ടായിരുന്നു. ഡ്രൈയിങ്, ഇപ്പോൾ നമ്മളുടെ പല കർഷകരുടെയും പ്രശ്നമാണ് പ്രിസർവ് ചെയ്യുക എന്നുള്ളത്. നല്ല ഇലക്ട്രിക്കൽ ഡ്രയറാണ്. അതിൻ്റെ പല 27,000 രൂപ മുതൽ തുടങ്ങുന്ന വെറൈറ്റീസ് അവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. ടണൽ ഡ്രൈയിങ് മെഷീൻസിനകത്ത് ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള സാധനങ്ങൾ. അതുപോലെ തന്നെ പൾവറൈസറുകൾ, ഇപ്പോൾ ചെറിയ രീതിയിൽ വീട്ടിലൊക്കെ നമുക്ക് എന്തെങ്കിലും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ പൾവറൈസറുകൾ. ഞാൻ കുറേ കാലത്തിന് ശേഷമാണ് പ്ലേറ്റ് ടൈപ്പ്, ഈ കാണുന്നൊരു പ്ലേറ്റാണ്, 2 പ്ലേറ്റുകൾ തമ്മിൽ അതിനിടയിൽ പെട്ടിട്ടാണ് മെറ്റീരിയൽസ് പൊടിഞ്ഞ് കിട്ടുന്നത്. അങ്ങനെയുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പൾവറൈസറുകൾ, അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം തന്നെ അവൈലബിൾ ആയിരുന്നു. അപ്പോൾ ആർക്കെങ്കിലും മെഷീനറീസ് കണ്ടില്ലേ, ചെറിയ ഹാൻഡ് മെഷീൻ, മരങ്ങൾ മുറിക്കേണ്ട ചെറിയ മെഷീൻ, അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട്. അതുപോലെ തന്നെ വലിയ യന്ത്രങ്ങളുടെ ഫിറ്റിങ്സുകൾ, ഇവിടെ ട്രാക്ടറിൻ്റെയും ഒക്കെ ഫിറ്റിങ്സ് ധാരാളം ഉണ്ട്. അപ്പോൾ എല്ലാവരും പറ്റുകയാണെന്ന് വെച്ചാൽ ഒന്ന് പോയി കാണണേ. ഇതാണ് ഈ 2 സ്റ്റോളുകളിലെ, ഈ 2 ഹാളുകളിലെയാണ്, ബിയിലെയും സിയിലെയും വിശേഷങ്ങളാണ്